ബേബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളത്ത് ഫ്ലവർ ഷോയിലാണ് എത്തിയിരിക്കുന്നത്. 40th കൊച്ചിൻ ഫ്ലവർ ഷോ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഇവിടെ ഫ്ലവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാനായിട്ട് എൻ്റെ കൂടെ ഒരാൾ ചേരുന്നുണ്ട്. ഇത് 40th ഫ്ലവർ ഷോ ആണ്. എറണാകുളം ഡിസ്ട്രിക്ട് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി GCയുടെ കൂടി ചേർന്നാണ് ഈ ഷോ നടത്തുന്നത്. ഇപ്രാവശ്യത്തെ ഫ്ലവർ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും അധികമായിട്ട് പ്ലാന്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഷോ ഇതാണ്. ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഏരിയ 40,000 സ്ക്വയർ ഫീറ്റ് ആണ്. അതുകൂടാതെ ഒരു 6,000 സ്ക്വയർ ഫീറ്റ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഏരിയ ഉണ്ട്. ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഏരിയ 10 തീംസ് ബേസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. ഓരോ അറേഞ്ച്മെൻറ്റും ഏകദേശം 10 അടിയോളം വലിപ്പമുള്ളതാണ്. അങ്ങനെ 10 തീംസിനെ ബേസ് ചെയ്തിട്ടുള്ള 10 അറേഞ്ച്മെൻറ്റ്സ്. അതിലെ ഒരു അറേഞ്ച്മെൻറ്റ് ഫുള്ളായിട്ടും ഇറക്കുമതി ചെയ്ത പൂക്കൾ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്, ഹോളണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത്. ഇതുകൂടാതെ ആ ഏരിയയിൽ ഒരു വലിയ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വെജിറ്റബിൾ കാർവിംഗ് ആണ്. അത് സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് സിട്രസും ഓറഞ്ചും മുസാമ്പിയും ഡേറ്റ്സും ഉപയോഗിച്ചിട്ടാണ്, ഈന്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിന് ഏകദേശം ഒരു 10 അടിയോളം ഉയരമുണ്ട്. ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നത് അവിടെയാണ് പൂച്ചെടികൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതൊരു ലേഔട്ടിനെ ബേസ് ചെയ്തിട്ട് ആണ് ഈ പൂച്ചെടികൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഏറ്റവും അധികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പൂച്ചെടികളും വാർഷിക പൂച്ചെടികളാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മാരിഗോൾഡ്, സീനിയ, ഡയാന്തസ്, വിൻഗ അതുപോലെയുള്ളത്. കൂടാതെ പോയിൻസെറ്റിയ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിറത്തിലുള്ള പോയിൻസെറ്റിയകൾ ഈ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 2000 എണ്ണത്തോളം ഉണ്ട്. ഇപ്രാവശ്യത്തെ ഒരു ഡിസ്പ്ലേ ഏരിയയിലെ ഒരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ലില്യംസ് ആണ്. നമ്മൾ ഏഷ്യാറ്റിക് ലില്ലി എന്ന് പറയുന്ന കട്ട് ഫ്ലവറിന് ഉപയോഗിക്കുന്ന, പുഷ്പാലങ്കാരത്തിൽ ഉപയോഗിക്കുന്ന ഏഷ്യാറ്റിക് ലില്ലി 4 നിറങ്ങളിലായിട്ട് 1000 എണ്ണം ഞങ്ങൾ ഡിസ്പ്ലേ ഏരിയയിൽ അത് ആർട്ടിസ്റ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ക്രിസാന്തിമത്തിൻ്റെ മൾട്ടിഫ്ലോറ എന്ന് പറയുന്ന ഒരു വാർഷിക പൂച്ചെടി, അത് ഒരു ചട്ടിയിൽ, ഒരു 6 ഇഞ്ച് ചട്ടിയിൽ ഏകദേശം ഒരു 70 പൂക്കളോളമുണ്ട്. അത് 2000 എണ്ണമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്പ്ലേ ഏരിയയിൽ എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത് ബാംഗ്ലൂരിലെ ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അത് 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതിൽ മുഖ്യമായിട്ട് അവർ മിനിയേച്ചർ ആന്തൂറിയം, പാർഷ്യൽ ഷെയ്ഡിൽ വളരുന്ന ബ്രൊമീലിയാഡ്സ്, കലാലില്ലി അങ്ങനെയുള്ളതാണ് ഈ എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന ഏരിയ. ഡിസ്പ്ലേയുടെ ഒരു ഭാഗം ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ടോപ്പിയറി ഗാർഡനാണ്. ടോപ്പിയറി എന്ന് വെച്ചാൽ ഷേപ്പ് ചെയ്ത് 10-15 അടി ഉയരമുള്ള മരങ്ങൾ വെച്ചിട്ട് ഒരു പക്കാ ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗാർഡനാണ്. അത് ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ തന്നെ സെൻറ്റ് ജെയിംസ് നഴ്സറിയാണ്. അതിൽ ഒട്ടുമിക്ക മരങ്ങളുടെയും വില എന്ന് പറയുന്നത് 50,000-ന് മുകളിലാണ് വരുന്നത്. അതിൽ ടോപ്പിയറി ചെയ്തതാണ് അധികമായിട്ടുള്ളത്. ഗ്രാഫ്റ്റ് ചെയ്ത മരങ്ങളുണ്ട്. ഒരു പക്ക ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇത് ശീതകാലമാണ്. അതുകൊണ്ട് തന്നെ ശീതകാല പച്ചക്കറികൾ ഞങ്ങൾ ഒരു 800 എണ്ണം, അതായത് ചൈനീസ് ക്യാബേജ്, ലെറ്റ്യൂസ് പോലെയുള്ള 800 എണ്ണം റെഡി ടു ഹാർവെസ്റ്റ് ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഷോയുടെ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് കോളേജ് സ്കൂള് കുട്ടികൾക്കായിട്ട് യൂസ്ഡ് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ഒരു മത്സരം നടത്തിയിരുന്നു. ആ മത്സരത്തിൽ പങ്കെടുത്തവർ ഞങ്ങളുടെ ഗ്രൗണ്ടിലാവ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻസ് എല്ലാം തന്നെ 8 അടിക്ക് മുകളിൽ വലിപ്പമുള്ളതാണ്. അതൊരു മത്സരമാണ്. അത് ജഡ്ജ് ചെയ്ത ശേഷം ഞങ്ങളതിന് സമ്മാനങ്ങൾ നൽകുന്നതാണ്. കൂടാതെ നമ്മളൊരു സാധാരണ ഒരു ഷോയിൽ കയറുന്നതിൻ്റെ ഒരു രീതിയല്ല ഇവിടെ ഒരു ഗാർഡൻ്റെ ഫീലാണ് കിട്ടുന്നത്. കാരണം ചെടികൾക്കൊപ്പം തന്നെ ധാരാളം ലോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ഗാർഡൻ്റെ ഒരു ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നടക്കാനുള്ള വഴി മുഴുവനും ഞങ്ങൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അതായത് പൊടി പൊങ്ങാതിരിക്കാനും കൂടുതൽ ഭംഗിയായിട്ട് കിടക്കാനും. ഞങ്ങൾ ആ ഷീറ്റ് വിരിച്ചതിൻ്റെ ലെങ്ത് നോക്കിയാൽ 800 മീറ്റർ ഉണ്ട്. അതായത് ഏകദേശം ഞങ്ങളുടെ ഡിസ്പ്ലേ ഏരിയയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് അടുത്ത് ദൂരമാണ് ഇതിൻ്റെ അകത്തൂടെ നടക്കുന്നത്. ഇവിടെ ആയുർവേദ ചെടികളുണ്ട്. നാഗാർജുനയാണ് ആയുർവേദ ചെടികളെല്ലാം പേരെഴുതി അതിൻ്റെ ശാസ്ത്രീയ നാമം എഴുതിയിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഭാഗമായിട്ട് അഡീനിയമുണ്ട്. അതുകൂടാതെ 5000 ഓർക്കിഡ്സ് മുഴുവനും ഫ്ലവറിംഗ് ആണ്. അതിൽ 4000 എണ്ണം ഡെൻഡ്രോബിയംസ് ആണ്, 1000 എണ്ണം ഫെലനോപ്സ് ആണ്. അത് ഞങ്ങളുടെ 220 അടി നീളത്തിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിൽ ഇത്രയും വലിയ ഫ്ലവറിംഗ് ഓർക്കിഡ്സിൻ്റെ ഡിസ്പ്ലേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ഈ കാലാവസ്ഥയിൽ
ഇപ്പോഴത്തെ ഈ ഫെസ്റ്റീവ് സീസണിൽ ഫ്ലവറിങ് ഓർക്കിഡ്സ് കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 8 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി വളർത്തി തമിഴ്നാട്ടിൽ നിന്നുമാണ് അത് വന്നിരിക്കുന്നത്. അഡീനിയംസ് ഉണ്ട്. അഡീനിയം 1200 അഡീനിയംസാണ് മൾട്ടിപെറ്റൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ സ്റ്റാൻഡേർഡ് ബൊഗൈൻവില്ല എന്ന് പറയും. സ്റ്റാൻഡേർഡ് ബൊഗൈൻവില്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രായമെത്തിയ 15-20 കൊല്ലം വലിപ്പമെത്തിയ ബൊഗൈൻവില്ല കുറ്റി പോലെ ആക്കിയിട്ട് അതിലോട്ട് 4-5 കളറ് ഉള്ള പൂക്കളുടെ തണ്ടുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പൂടിയിച്ചിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 30 എണ്ണത്തോളം ഞങ്ങളുടെ ഡിസ്പ്ലേ ഏരിയയിലുണ്ട്. ഇത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 43,000 ഡിസ്പ്ലേ മാത്രം. ഞങ്ങളുടെ ഷോ നടക്കുന്ന 5 ഏക്കറിലാണ്. അതിലെ ഡിസ്പ്ലേ എന്ന് പറയുന്ന, അതായത് ഫ്ലവർ അറേഞ്ച്മെൻറ്റും പ്ലാന്റ് ഡിസ്പ്ലേ എന്ന് പറയുന്ന 43,000 സ്ക്വയർ ഫീറ്റാണ്. അതിൽ 37,000 സ്ക്വയർ ഫീറ്റാണ് പ്ലാന്റ്സിൻ്റെ ഡിസ്പ്ലേ. സീസണൽ പ്ലാന്റ്സ് ഞങ്ങൾ ശരിക്കും ഒരു ഗാർഡൻ പോലെ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 6,000 സ്ക്വയർ ഫീറ്റാണ് ഈ പറയുന്ന 10 ഫ്ലവർ അറേഞ്ച്മെൻറ്റ് തീം ബേസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം ഷോ GCD ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് നടത്തുന്നത്, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആയിട്ട്. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. വേറൊരു സ്പെഷ്യാലിറ്റി, ലില്യം ഒരു സ്പെഷ്യാലിറ്റിയാണ്. കാരണം ആദ്യമായിട്ടാണ് 1000 ഫ്ലവർ ചെയ്ത ലില്യം പൂക്കൾ, കാരണം ഇതൊരു കട്ട് ഫ്ലവറിന് ഉപയോഗിക്കുന്നതാണ്. 1000 എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്ന ആദ്യമായിട്ടാണ് 4 നിറങ്ങളിൽ. ഈ 5000 ഓർക്കിഡ്സ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ ടെൻഷനുള്ളതായിരുന്നു, ഇതെങ്ങനെ ഇത്ര എണ്ണം എങ്ങനെ അറേഞ്ച് ചെയ്യും. ശരിക്കും പ്ലാൻ ചെയ്ത് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി 2.25 ലക്ഷം രൂപയാണ് ആ ഓർക്കിഡ് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ട്രക്ചറിന് തന്നെ ഞങ്ങൾക്ക് ചിലവായിരിക്കുന്നത്. അതേപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ നല്ല ഭംഗിയായിട്ട് ആകർഷകമായിട്ട് ശാസ്ത്രീയമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ചെടി വേറെ ചെടിയോട് തട്ടി നിന്ന് കേടുവരാത്ത വിധത്തിൽ. GCDയെ ഞങ്ങൾ ഒരുമിച്ചാണ് നടത്തുന്നത്. അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് പ്രാണിപിടിയൻ ചെടികളുടെ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി. അവരുടെ പ്രാണിപിടിയൻ ചെടികൾ 6 ഇനം പ്രാണിപിടിയൻ ചെടികൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ബോൺസായി ഞങ്ങളുടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളാണ്. ടെറേറിയംസ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ലക്ഷ്മി. ടെറേറിയംസ് ക്ലോസ്ഡ് ടെറേറിയം ഉണ്ട്, പാർട്ടിലി ഓപ്പൺ ടെറേറിയം ഉണ്ട്. അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. കൂടാതെ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു 5000 സ്ക്വയർ ഫീറ്റിൽ എറണാകുളത്തുള്ള സെൻറ്റ് ജെയിംസ് നഴ്സറി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ടോപ്പിയറി മരങ്ങളുടെ ഒരു ഗാർഡനായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് 5000 സ്ക്വയർ ഫീറ്റിൽ. ഇതുകൂടാതെ ഇവിടെ ഫോട്ടോ ബൂത്തുകളായിട്ട് ധാരാളം ഗ്രാനൈറ്റിൻ്റെ ബെഞ്ചുകളും സ്റ്റൂളുകളും എല്ലാം ഉണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സ്റ്റോൺ ഹൗസ് എന്ന് പറയുന്ന, എറണാകുളത്ത് തന്നെയുള്ള സ്റ്റോൺ ഹൗസ് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. കൂടാതെ ഇവിടെ ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. അത് വെളിയത്ത് ഗാർഡനാണ്. കായ്ച്ചു കിടക്കുന്ന എക്സോട്ടിക് ഫ്രൂട്ട് ട്രീസ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വെളിയത്ത് ഗാർഡനാണ്. ഒപ്പം ഇവിടെയുള്ള പ്രോപ്പർട്ടീസ്, അതായത് നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു 10 അടി ഉയരമുള്ള കാട്ടുപോത്ത്, ആന, ജിറാഫ് എല്ലാം ഉണ്ട്. ഈ ഗ്രൗണ്ടിനൊരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി അത് സണ്ണി എന്ന് പറയുന്ന ഒരാളാണ് ഇവിടെ ഞങ്ങൾക്കായിട്ട് അത് എത്തിച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അത് സെറാമിക് പോട്ട്സ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ നടക്കുന്നത് ഡിസംബർ 22, അതായത് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഇത് ജനുവരി 1-ാം തീയതി വരെ. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽസിന് 100 രൂപയും 12 വയസ്സിൽ താഴെയുള്ളവർക്ക് 50 രൂപയാണ് എൻട്രൻസ് ഫീ.